ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഒരു കപ്പ് കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കടലയിൽ പിടിക്കാനുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ കടല ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഞാനിപ്പോൾ 1 കപ്പ് പച്ചക്കായ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് ചേന കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിലും കൂടെ വരുത്തി തുറന്ന് നോക്കിയാൽ മതിയാവും. അപ്പോഴേക്കും കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കളർ മാറി വരണം. ഇപ്പോൾ ഉഴുന്നും ജീരകം എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 മുറി തേങ്ങ ചിരകി വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയെല്ലാം ഒരുവിധം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ബ്രൗൺ കളറിൽ വന്നാലാണ് കറിക്കും നല്ല കളറും ടേസ്റ്റും ലഭിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗം തേങ്ങ എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. കടലയിലും വെജിറ്റബിൾസിലും എല്ലാം ഈ അരപ്പും കൂടെ നന്നായി എപ്പോഴേക്കും പിടിച്ചു വരും. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരം എത്ര വേണമോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ബോയിലായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും എല്ലാം കൂടെ വെജിറ്റബിൾസിലും കടലയിലും എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തേങ്ങ വറുത്തരയ്ക്കുന്നതിന് പകരം പച്ചത്തേങ്ങ വേണമെങ്കിലും അരച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അതാണ് ഫ്രൈ ചെയ്ത തേങ്ങയിൽ നിന്ന് എടുത്തിട്ട് അരച്ചിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കൂട്ടുകറി റെഡി ആയിട്ട് ഇപ്പോൾ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.